മകളെയുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. പ്രിയരെ, ഇന്നിവിടെ കടന്നു വന്ന് നിങ്ങളുടെ മുന്നിൽ ഇപ്രകാരം നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ഒരു കാലത്ത് സന്തോഷം എന്തെന്നോ സമാധാനം എന്തെന്നോ അറിയാതെ ജീവിച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥിതിക്ക് മാറ്റം വന്നത് സത്യസുവിശേഷം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇതുപോലെ ദേവദാസന്മാർ കടന്നു വന്ന് ഞങ്ങളോട് പങ്കുവച്ചു. അതിൻ പ്രകാരം വിശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവന്നത്. ഇത് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഇപ്രകാരം സന്തോഷം ആഗ്രഹിക്കുന്ന, സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തികൾക്കും ഇത് പ്രയോജനകരമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയും അതിൻ പ്രകാരം ഇതുപോലെ കടന്നു ചെന്ന് ആളുകളോട് പങ്കുവയ്ക്കുവാൻ തയ്യാറാക്കിയായിരുന്നു. എൻ്റെ പിതാവ് മദ്യപാനിയായിരുന്നു, പുകവലിക്കുമായിരുന്നു. ആ സമയങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്ത പണമെല്ലാം ഇതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഓരോ കാര്യങ്ങളെല്ലാം വാങ്ങുവാൻ പണമില്ലാത്ത അവസ്ഥ കടന്നു വന്നു. എന്നാൽ എൻ്റെ പിതാവ് ഈ സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് അപ്രകാരം ഒരു ജീവിതം നയിച്ചപ്പോൾ ഇതെല്ലാത്തിലും വ്യത്യാസം വന്നു. കുടുംബത്തിൽ സന്തോഷം കടന്നു വന്നു. ദേശത്ത് മാന്യത ലഭിക്കാനിടയായി തീർന്നു. ഇതിനെല്ലാത്തിനും കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞങ്ങളിങ്ങനെ എപ്പോഴും പാടും, നീ എന്റെ സർവവും നീ എന്റെ രക്ഷയും. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നാൾ മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ സർവവും യേശുവായി തീർന്നപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരേണ്ടതായി തീർന്നു. അതുവരെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് സ്നേഹത്തിന്റെ പാതയിലേക്ക് കടന്നു വരുവാനും അതിൻ പ്രകാരം സന്തോഷവും സമാധാനവും വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇങ്ങനെയുള്ള ഫലത്തിലേക്ക് മാറുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇപ്രകാരം കുടുംബത്തിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന, കുടുംബത്തിൽ സമാധാനമില്ലാതെ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പുതുവഴിയാണ്. ഈ ഒരു സുവിശേഷം നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായ സന്തോഷവും സമാധാനവും അത് നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കാനിടയായി തീരും. ഇത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ കടന്നുപോയി ഇപ്രകാരം പറയുന്നത്. നമ്മളിങ്ങനെ റോഡിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ആപ്പിളും ഓറഞ്ചും മുന്തിരിയെല്ലാം വിൽക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ അവരോട് ചോദിക്കും, ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് നല്ലതാണെന്നാണ്. എന്നാൽ ഭൂരിപക്ഷം ആളുകളും അത് രുചിച്ചു നോക്കാറില്ല. അത് രുചിച്ചു നോക്കിയ ആളുകൾ വളരെ സത്യസന്ധമായി പറയും, ഇത് ഞാൻ ഭക്ഷിച്ചതാണ്, ഇത് മധുരമുള്ളതാണ്, വാങ്ങിക്കോ, ഇത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് ഉറപ്പു പറയും. എന്നതുപോലെ തന്നെ കർത്താവിനെ രുചിച്ചറിഞ്ഞ് ഞങ്ങളിത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇപ്രകാരം പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ ഒരു നാൾ ഇതുവരെ ലജ്ജിക്കേണ്ടതായി കടന്നു വന്നിട്ടില്ല. ഒന്നിനും ഞങ്ങളുടെ മുന്നിൽ തടസ്സമായി കടന്നു വന്നിട്ടില്ല. ആദ്യകാലങ്ങളിലെല്ലാം ദൈവത്തെ അറിയാതെ ജീവിച്ചപ്പോൾ എല്ലാത്തിനും ഭാരമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് ജീവിതം സൗമ്യനിച്ച സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ നാൾ ഇതുവരെ ഇന്ന് ഒന്നിനൊരു പുറപ്പെടാതെ വണ്ണം ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അനേകം ആളുകൾ കടന്നു വരികയും കുടുംബത്തിൽ സന്തോഷവും സമാധാനമില്ലാതെ ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആളുകൾക്കെല്ലാം ഈ സ്നേഹം പങ്കുവച്ച മുഖാന്തരമായി അവരുടെ കുടുംബങ്ങളെല്ലാം ഇന്ന് സമാധാനം അനുഭവിക്കാനിടയായിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ പിതാവ് കാണിച്ച അതേ മാതൃക ഞങ്ങളും പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ ഇടയായിത്തീർന്നു. തൽഫലമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു വന്നപ്പോൾ ഈ കർത്താവിന്റെ സ്നേഹത്തെ അവരും രുചിച്ചറിഞ്ഞ് ഈ സന്തോഷത്തിൽ കടന്നു പോകുന്നു. തലമുറയായി ഇപ്രകാരം കടന്നു പോകുവാൻ ഇടയായിത്തീർന്നത് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന് സുവിശേഷം പങ്കുവച്ച അന്നത്തെ ദേവദാസന്മാർ ചെയ്ത മുഖാന്തരമാണ്. അന്ന് ഞങ്ങൾക്ക് ചെറുലേഖകൾ ലഭിച്ചു. അത് വായിച്ചപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം കടന്നു വന്നു. ഒരു രക്ഷയ്ക്ക് ഒരു മുഖാന്തരമായി അന്നത് ഏറ്റെടുത്തു. 1986 ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ സുവിശേഷം കടന്നു വന്ന മുഖാന്തരമായി ഈ 2025
ഇവിടെ നിന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇന്നേ വരെ ഒന്നിലൊരു കുറവുകൂടാതെ വണ്ണം വലിയനായി ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും, ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതേ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ നാൾ ഇന്ന് വരെ ഒന്നിനൊരു കുറവുകൂടാതെ വണ്ണം ദൈവം വഴി നടത്തി. ഇന്ന് ലോകത്ത് ഓരോ കുടുംബങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ഇനി എന്ത് ചെയ്യണം, അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം ആളുകൾ വീണ്ടും വീണ്ടും അതിന് അടിമയായിത്തീരും. ഇനി ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനമെടുത്ത് 1-2 ദിവസം മദ്യം കഴിക്കാതെയും പുകവലിക്കാതെയും മാറിയിരുന്നാൽ കൂടെയുള്ള കൂട്ടുകാർ പറയും, നിനക്ക് ലജ്ജയില്ലേ, ഒരാണായാൽ അല്പമൊക്കെ മദ്യപിക്കണം, ഒരു പുകയൊക്കെ വലിക്കണം, എന്നാലല്ലേ ഒരു ആണത്വം തെളിയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാക്കുകളെല്ലാം പറഞ്ഞ് അവരെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ. അതിന് കാരണം മനുഷ്യൻ ബലഹീനനാണ്. മനുഷ്യന്റെ ബലഹീനത മനുഷ്യനേക്കാൾ നന്നായി ഈ ലോകത്തിന്റെ ഈ ദുഷ്ടശക്തികൾക്ക് തിരിച്ചറിയാം. അത് മനസ്സിലാക്കാൻ കഴിയാതെ ആളുകൾ വീണ്ടും പാപത്തിലേക്ക് വീണ്ടും കടന്നു പോകുന്നു. ഇപ്രകാരം മദ്യം വാങ്ങി അതിൽ നിന്ന് സന്തോഷവും കണ്ടെത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കൂട്ടം ആളുകൾ അത് മുഖാന്തരമായി ഭാരപ്പെടുകയാണ്. മദ്യം മനുഷ്യന്റെ അകത്ത് കടന്നു വന്നാൽ അവന്റെ ചിന്തയ്ക്ക് വ്യത്യാസം വരും, അവന്റെ പ്രവൃത്തികൾക്ക് വ്യത്യാസം വരും. അവൻ നല്ലതുപോലെ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിന്റെ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരും. അത് കലഹമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, കുടുംബത്തിൽ തകർച്ചകൾ ഉണ്ടാകും. അനേകം കുടുംബങ്ങൾ ഡൈവോഴ്സിലേക്കും അനേകം കുടുംബങ്ങൾ ജീവിതം മതിയാക്കി ഈ ഭൂമിയിൽ നിന്ന് മരണം മുഖാന്തരമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിനും കാരണം മദ്യം, പുകവലി, ലഹരി പദാർത്ഥങ്ങൾ ഇതിന്റെ ഏറ്റവും ഉപയോഗം കൂടുതൽ കൊണ്ടായതുകൊണ്ടാണ്. ഇനി കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതിൽ നിന്നൊരു മോചനം വേണമെന്നും കുടുംബത്തിൽ സന്തോഷകരമായി ജീവിതം നയിക്കണമെന്നും മക്കൾക്ക് നല്ലൊരു മാതാവായി നല്ലൊരു പിതാവായി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. അതിന് മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ പാപിയാണ് എന്നുള്ള ഏക ഒരു തെളിവ് തന്നത് അത് സത്യവേദ പുസ്തകമാണ്. പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ഇപ്രകാരം ദൂതൻ പറഞ്ഞു, മനുഷ്യരുടെ പാപത്തിൽ നിന്ന് അവരെ മോചിക്കേണ്ടതിന് അവൻ യേശു എന്ന് പേർവിടണം. സകല മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമായ കർത്താവായ യേശു ക്രിസ്തു, ഈ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ സാധിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ദൈവമക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ദുഷ്ടശക്തികൾക്ക് കീഴടങ്ങി ജീവിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നേ വരെ നമ്മെ നയിച്ചു കൊണ്ടിരുന്ന ഒരു ആത്മാവല്ല ദൈവത്തിന്റെ പൈതലായി തീർന്നാൽ പിന്നെ നമ്മെ നയിക്കുന്നത്. അത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തും. അത് നല്ല സകല സത്യത്തിന് വഴി നടത്തും. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അതാത് സമയത്ത് നമ്മെ ബോധ്യപ്പെടുത്തി സമൂഹത്തിൽ മാന്യമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇതിനെല്ലാത്തിനും ഒരു മാറ്റം കടന്നു വന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനദിനം ആഘോഷിച്ച കേരള സമൂഹത്തോട് ഞാനൊന്ന് ചോദിക്കട്ടെ, യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത്? യേശു എന്തിനാണ് ഭൂമിയിൽ വന്നതെന്ന് പോലും അറിയാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസ് ആഘോഷ ദിനത്തിൽ നാം മനസ്സിലാക്കണേ, യേശു ഭൂമിയിൽ വന്നത് മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. എന്നാൽ ഈ ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിച്ചത് മദ്യം വാങ്ങിയും ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിയും ക്രിസ്മസ് ആഘോഷിച്ചു. അപ്രകാരം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ വീണ്ടും പാപത്തിന് അടിമയാകാണ്. അങ്ങനെ പാപത്തിന് അടിമയാകുവാൻ വേണ്ടിയിട്ടല്ല യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ മാലാഖമാർ ഇപ്രകാരം പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നോക്കണേ, ദൈവത്തിന്റെ പൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ സമാധാനം കടന്നു വരും. അവർ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കും. ഇത് ആർക്കാണ് ദൈവത്തിന്റെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചിട്ടുണ്ടെന്ന്? ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച ഒരു കൂട്ടരെന്ന് പറയുന്നത് കർത്താവിനെ അംഗീകരിച്ച് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കർത്താവിന്റെ പാതയിലൂടെ നടക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചത്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സമാധാനം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ ഫലങ്ങൾ പുറപ്പെടും. ദൈവത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അവന്റെ ഉള്ളിൽ സ്നേഹം കടന്നു വരും. സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല എന്നാണ് സത്യവചനം പറയുന്നത്.
സ്നേഹം കടന്നു വരുമ്പോൾ സ്നേഹത്തിന്റെ തുടർച്ചയായി മനുഷ്യനിൽ നല്ല സ്വഭാവങ്ങൾ പുറപ്പെടും. സ്നേഹമുള്ള വ്യക്തിയിൽ നിന്ന് മാത്രമേ സന്തോഷമുണ്ടാകുകയുള്ളൂ. സ്നേഹിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുകയില്ല. ഇതിൽ ആദ്യം ഉണ്ടാകുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോഴാണ്. യേശുവിനെ നാം സ്വീകരിക്കുമ്പോഴാണ് നാം സ്നേഹത്തിന് ഉടമയായി തീരും. സ്നേഹമുണ്ടെങ്കിൽ സന്തോഷം കടന്നു വരും. സന്തോഷമില്ലാത്ത ഒരു ഒറ്റ വ്യക്തിക്കും സമാധാനം അനുഭവിക്കാൻ കഴിയുകയില്ല. സമാധാനം അനുഭവിക്കണമെന്ന് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം വേണ്ടത് സ്നേഹത്തിന് ഉടമയായി തീരുക എന്നുള്ളതാണ്. സ്നേഹത്തിന് ഉടമയായി തീർന്ന ആ വ്യക്തി സന്തോഷത്തിന് ഉടമയായി തീരും. ആ വ്യക്തിയുടെ മുന്നിൽ ദോഷമായി ആരെങ്കിലും ഒരാൾ പ്രവർത്തിച്ചാൽ ആ വ്യക്തി സ്നേഹത്തിന്റെ ഉടമയാണെങ്കിൽ ആ ദോഷമായി പ്രവർത്തിച്ച വ്യക്തിയോട് പ്രതികാരം ചെയ്യാനോ അദ്ദേഹത്തെ മോശമായി കാണുവാനോ തുനിയില്ല. കാരണം സ്നേഹത്തിന്റെ ഉടമയാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ ദൈവത്തിന്റെ പൈതലാണ്. ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം സുവിശേഷം പറയുമ്പോൾ ഞങ്ങളോട് എതിർക്കുന്ന ആളുകളുണ്ട്, ഇവിടെ ഇത് വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോടൊന്നും ഞങ്ങൾക്ക് ദേഷ്യമില്ല. കാരണം ഞങ്ങൾ ക്രിസ്തുവിന്റെ സുവിശേഷമായി കടന്നു വന്നതാണ്. ക്രിസ്തുവിന്റെ ഫലങ്ങൾ ഞങ്ങളിന്ന് പുറപ്പെടുന്നവരാണ്. ഇത് സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായതുകൊണ്ട് അതെല്ലാം സന്തോഷത്തോടെ കൈക്കൊള്ളും. അതുപോലെ കുടുംബത്തിലും സന്തോഷത്തോടെ കൈക്കൊള്ളും, സമൂഹത്തിൽ സന്തോഷത്തോടെ കൈക്കൊള്ളും. അങ്ങനെ കടന്നു വരുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ ആളുകൾ പറയും, അന്ന് ജീവിച്ചിരുന്ന വ്യക്തി എത്ര നല്ല മനുഷ്യനായിരുന്നു. അതിന് കാരണമായി തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പിതാവിനോട് ആളുകൾക്ക് നമുക്ക് താല്പര്യമില്ലായിരുന്നു. മദ്യം കഴിക്കുകയും പുകവലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താല്പര്യത്തോടെ എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റം കടന്നു വന്നപ്പോൾ എന്റെ പിതാവിന്റെ പേര് പറഞ്ഞ് അഭിമാനത്തോടെ പറയും, എത്രയോ ആളുകൾക്ക് അദ്ദേഹം ഒരു ആശ്വാസമായി തീർന്നു എന്നെല്ലാം നമ്മെ കുറിച്ച് സാക്ഷ്യം പറയും. അതിന് കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വീകരിച്ച മുഖാന്തരമാ. സ്നേഹത്തിന്റെ ഉടമയായി തീർന്നു. സന്തോഷവും സമാധാനവും ദീർഘക്ഷമ. ഈ സമാധാനമില്ലാത്ത ഏതെങ്കിലും വ്യക്തിക്ക് ക്ഷമയുണ്ടാകുമോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതിന് ഉത്ഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ലേ? സമാധാനം കടന്നു വന്നപ്പോൾ അദ്ദേഹം ദീർഘക്ഷമയ്ക്ക് യോഗ്യനായി തീർന്നു. സമാധാനമില്ലാത്ത ഏതെങ്കിലും വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു നോക്കി, അന്നേരം തന്നെ നമ്മൾ സംസാരിച്ചത് അബദ്ധമായി പോയി എന്നുള്ള രീതിയിൽ പ്രതികരിക്കും. കാരണം പെട്ടെന്നായിരിക്കും പ്രതികരണം കടന്നു വരുന്നത്. ഇന്നത്തെ കാലത്ത് ഈ 2025 അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ പെട്ടെന്ന് തീരുമാനമെടുക്കും. ശരിയേതോ തെറ്റേതോ എന്നൊക്കെ പിന്നീടാണ് ചിന്തിക്കുന്നത്. നോക്കിയേ, സമാധാനത്തിന്റെ ഉടമയായി തീർന്നാലോ? കർത്താവായ യേശു ക്രിസ്തു ജനനത്തിങ്കൽ ദൂതന്മാർ ഇപ്രകാരം പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സമാധാനം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണേ, അവർ ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവരാണ്. അതിന് കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചു, ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇന്ന് ഭൂമിയിൽ കാണുന്ന ഏറ്റവും വലിയൊരു അബദ്ധം